നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ സുപ്രധാന മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എമിറേറ്റ്സ് ഐഡിയിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ 30 ദിവസത്തിനകം ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിനെ അറിയിച്ചിരിക്കണം. പലർക്കും പേരിന്റെ അക്ഷരങ്ങളിലെല്ലാം മാറ്റമുണ്ട്. ഇത് മാറ്റാൻ ആണ് 30 ദിവസം സമയം നൽകിയിരിക്കുന്നത്. ഐഡി കാർഡിലെയും ജനസംഖ്യാ രജിസ്ട്രേഷൻ സംവിധാനത്തിലെയും വിവരങ്ങൾ പുതുക്കാനാണ് അവസരം നൽകിക്കൊണ്ട് അധികൃതർ എത്തിയത്. എമിറേറ്റ്സ് ഐഡി കൈവശമുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. പൗരന്മാർക്കും രാജ്യത്തെ താമസക്കാർക്കും ഈ അവസരം ഉപയോഗിക്കാൻ സാധിക്കും. പൗരന്മാർക്കും താമസക്കാർക്കും ഐഡി കാർഡ് നിർബന്ധമാണെന്ന് മുന്നറിയിപ്പ് അധികൃതർ മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കാർഡ് എടുക്കുന്നതിനോ പുതുക്കുന്നതിനോ കാലതാമസം വരുത്തിയാൽ പിഴ ഈടാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം മന്ത്രവാദത്തിനും ദുരാചാരങ്ങൾക്കും ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സാമഗ്രികളുമായി ദുബായിലേക്ക് കടക്കാൻ ശ്രമിച്ചയാളെ കസ്റ്റംസ് പിടികൂടി. ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയങ്ങളുണ്ടായപ്പോഴാണ് ഇത്തരത്തിൽ കസ്റ്റംസ് പരിശോധന നടത്തിയത്. ആഫ്രിക്കൻ വംശജനാണ് ഇയാൾ എന്ന വിവരം മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. ദുബായ് കസ്റ്റംസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്. മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന ചരടുകളും പാത്രങ്ങളും എല്ലാം കണ്ടെത്തിയിരുന്നു. വയറ്റിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു ഇദ്ദേഹം സാധനങ്ങൾ വാങ്ങിയിരുന്നത്. എന്തോ വിഴുങ്ങിയെന്ന് തോന്നുന്ന വിധത്തിലാണ് ഇദ്ദേഹം നടത്തുന്നത്. ടെർമിനൽ 1-ലെ പാസഞ്ചർ ഓപ്പറേഷൻസ് വിഭാഗം സീനിയർ ഡയറക്ടർ ഖാലിദ് അഹമ്മദാണ് ഇദ്ദേഹത്തെ പരിശോധിക്കുന്നതിന് നേതൃത്വം നൽകിയിരുന്നത്. മന്ത്രവാദത്തിനും ദുരാചാരങ്ങൾക്കും ഉപയോഗിക്കുന്ന വസ്തുക്കൾ നിരോധിത വസ്തുക്കളുടെ പട്ടികയിൽ ദുബായ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.